കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാളുകളിൽ കർത്താവാൻ ദൈവം നമ്മളെ നടത്തി പരിപാലിച്ചു. ഇന്ന് പകൽക്കാലം ജീവനുള്ള ദൈവത്തെ ഒരുമിച്ച് ആരാധിപ്പാൻ, ഒരുമിച്ച് സ്തുതിക്കുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ലോകത്തിൽ നമ്മൾക്ക് സന്തോഷമായി തീരുന്ന പലതുമുണ്ട്. അതെല്ലാം ഈ ലോകത്തിൽ തന്നെ അവസാനിക്കും. എന്നാൽ അതിനപ്പുറത്തേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ സന്തോഷം ഇന്ന് അനുഭവിക്കുവാൻ നമ്മളെ തന്നെ ഒരു നിമിഷം താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പാടാം. സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനൻ ബലം. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ. പല നാൾ കരുതി ഞാനേകനെന്ന്, അന്നാളിലവനെന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവനെന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോട് കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനെന്നോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനെന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനെന്നോടു ചൊല്ലി. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനെന്നോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ.
അവനെൻ്റെ സർവ്വവുമേ, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നമുക്ക് എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ സന്തോഷം അത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നതിലപ്പുറമുള്ളൊരു ഭാഗ്യം വേറെയില്ല. നമ്മൾ ദൈവവചനത്തിൽ കൂടി കാണുകയും കേൾക്കുകയും ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നതിൽ കൂടി അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? രക്ഷയുടെ സന്തോഷം. അത് മറ്റൊന്നിനും തരാൻ കഴിയാത്തൊരു സന്തോഷമാണ്. ഇപ്പം ഞങ്ങൾ ഫാമിലി എല്ലാം കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ആ പാർട്ടി നടക്കുമ്പോൾ, ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് പക്ഷെ കുറച്ച് സമയത്തേക്കുള്ള ആ സന്തോഷം, അത് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും. ചിലപ്പം ഡ്യൂട്ടിക്ക് കയറുമ്പോൾ, മറ്റുള്ള ഡെയിലി ലൈഫിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ ആ സന്തോഷം നിൽക്കയില്ല, അത് മാറിപ്പോകും. ആ ലഭിച്ച സന്തോഷം മൊത്തത്തിൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. പക്ഷേ ഒന്നിനാൽ മാറ്റാൻ കഴിയാത്തതൊന്ന് യേശു കർത്താവിൽ കൂടി ലഭിക്കുന്ന സന്തോഷമാണ്. ആ ദൈവമക്കളുടെ, ദൈവ പൈതങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും എന്താണ് ഭരിച്ചിരിക്കേണ്ടത്, നിറഞ്ഞു നിൽക്കേണ്ടത് കർത്താവിലുള്ള സന്തോഷമാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളം ഒരിക്കലും കലങ്ങിപ്പോകരുത്, കലങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങൾ വരും, എന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ, എല്ലാ കാലത്തും നിങ്ങളോട് കൂടെയിരിക്കും. കാരണം കലങ്ങിപ്പോകുന്ന, പ്രയാസപ്പെടുന്ന ഭാരങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കും. പക്ഷെങ്കിൽ അതിനെ ഓവർകം ചെയ്യുവാനുള്ള കൃപ, അതിനെ ഓവർകം ചെയ്യുവാനുള്ളൊരു സന്തോഷം എപ്പോഴും കർത്താവാം ദൈവം നമുക്ക് തരും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുമ്പായിരുന്ന സ്ഥലത്ത് അവിടെ ദൈവദാസൻ എപ്പോഴും പറയും, ചോദിക്കും, നമ്മൾ എപ്പോഴും ചോദിക്കുക, എന്താ സുഖമായിട്ടിരിക്കുന്നോ? അല്ലേ, നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, സുഖമായിട്ടിരിക്കുന്നോ? പലപ്പോഴും നമ്മൾ ആൻസർ എന്താ ചെയ്യുന്നത്? സുഖമായിട്ടിരിക്കുന്നു, അല്ലേ? പക്ഷെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ സുഖമായിരിക്കത്തില്ല, അല്ലേ? പല സിറ്റുവേഷനിൽ ഇത് വെച്ചിട്ട് സുഖമായിരിക്കത്തില്ല. പക്ഷേ ദൈവപൈതങ്ങളുടെ ആണെങ്കിലും ജീവിതത്തിൽ ഇപ്പോൾ ദൈവദാസന്മാരെ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം പ്രതികൂലങ്ങളാണ്. അപ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? സുഖമല്ല, പക്ഷെങ്കിൽ സന്തോഷമുണ്ട്. എന്താണ്? കർത്താവ് തരുന്ന സന്തോഷം. ആ കർത്താവ് തരുന്ന സന്തോഷത്തെ ധ്യാനിച്ചുകൊണ്ട് അല്പസമയം നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ പാറയാകുന്ന കർത്താവ്, അവൻ ഒരു കാലത്തും നമ്മളെ വിട്ട് മാറാത്ത കർത്താവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായവനാണ്. ആ കർത്താവിനെ കരങ്ങളെ അടിച്ച് നമുക്ക് പാടി സ്തുതിക്കാം. എന്നെന്നും സ്തുതി നിനക്കേ, ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയെന്നിൽ തന്നല്ലോ നീ. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയെന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, ആരാധന
ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, ആരാധന, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അഗ്നി സ്തുതിച്ചു പാടിയിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അഗ്നി സ്തുതിച്ചു പാടിയിടുമേ. ദാദാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, സ്തുതിയും സ്തുതി നിനക്കേ. ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്കേ. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്തും താഴ്ച ഭവിക്കുകയില്ലെന്നും. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ഈ വിധമുള്ളോർ മനസ്സുകളിൽ, ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിயின் പെരുവഴികൾ, സിയോൻ നഗരിயின் പെരുവഴികൾ. ഓ സേനയിൽ അധിപൻ ദേവനിൽ അതിയായി ആശ്രയമേവനുണ്ടോ. ആയവനേവരിലും അതിധന്യൻ. ഓ സേനയിൽ അധിപൻ ദേവനിൽ അതിയായി ആശ്രയം ഏവനുണ്ടോ. ആയവനേവനിലും അതിധന്യൻ. ഓ കുരികിൽ തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കാ നല്ലൊരു
അരികിൽ തനിക്കൊരു വീടും നീവൽ പറവതൻ കുഞ്ഞുങ്ങൾക്കാ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ നിൻ തിരുബലിപീഠം തന്നെ നിൻ തിരുബലിപീഠം തന്നെ ധന്യർ നിന്നാലയത്തിൽ വസിപ്പോർ നിത്യം സ്തുതിക്കുമവർ നിന്നെ നിത്യം സ്തുതിക്കുമവർ നിന്നെ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും മനിധന്യൻ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും മതിധന്യൻ കണ്ണുനീർ താഴ്വരെ അതുവഴിയായവർ ധ്യാനം ചെയ്യുമ്പോ ആയതു മാറും ജലാശയമായി കണ്ണുനീർ താഴ്വരെ അതുവഴിയായവർ ധ്യാനം ചെയ്യുമ്പോ ആയതു മാറും ജലാശയമായി മുൻമഴ അനുഗ്രഹപൂർണമാകും മുൻമഴ അനുഗ്രഹപൂർണമാകും പ്രാപിക്കും ബലം അവർ ബലത്തിനുമേൽ ചെന്നെത്തുമേ വരും സിയോനിൽ ചെന്നെത്തുമേ വരും സിയോനിൽ സേനയിൽ അധിപൻ ആശ്രയമേവനുണ്ടോ ആയവനേവരിലും മതിധന്യൻ സേനയിൽ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും മതിധന്യൻ യാഗിൻ വാസമെന്തധികാമ്യം യാഗിൻ വാസമെന്തധികാമ്യം വാഞ്ചിച്ചു മോഹിക്കും നെന്നുള്ളം ഘോഷിക്കും നെൻ ഹൃദയം ജഡവും ഘോഷിക്കും നെൻ ഹൃദയം ജഡവും സേനയിൽ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും മതിധന്യൻ സേനയിൽ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവരിലും മതിധന്യൻ സേനയിൽ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും മതിധന്യൻ ആരാധന അങ്ങയ്ക്ക് 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 ആരാധന എല്ലാ ധരങ്ങളിൽ നിന്നും ആരാധന ഉയരട്ടെ എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ആരാധന ഉയരട്ടെ എല്ലാ ശരീരങ്ങളും ദൈവസന്നിധിയിൽ യാഗമായി തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിന് ആരാധന സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ അങ്ങേക്ക് ആരാധന ദൂതന്മാരുടെ സ്തുതികളിൽ വസിക്കുന്നവനെ ദൂതന്മാർ ആരാധിക്കുന്ന പരിശുദ്ധനെ സാറാഫുകൾ ആരാധിക്കുന്ന പരിശുദ്ധനെ ജീവനുള്ളതൊക്കെയും സ്തുതിക്കുന്ന പരിശുദ്ധനെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ബലഹീനമായ ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് അടിയങ്ങളെ മഹത്വപ്പെടുത്തുന്നു യാതൊന്നിനും യോഗ്യതയില്ലാത്ത അടിയങ്ങളെ അവിടുത്തെ ജീവൻ നൽകി രക്ഷിച്ചതോർത്തുകൊണ്ട് അടിയങ്ങളെ സ്തുതിക്കുന്നു സകല മഹത്വവും അങ്ങേക്ക് സകല പുകഴ്ചയും അങ്ങേക്ക് സകല ആരാധനയും അങ്ങേക്ക് ഹല്ലേലൂയ 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 രമാരമാരമാര ജനരാജന നികരക ജനനികര വരവര വംശകര ജനനികാര വരവര വരമുണ്ട ദീവാബാബ ജുഡമാരമാരമാര നീകല ജനനികര കക്ഷകര ജനനികര വരവരമുണ്ട ദീവാബാബ ജുഡമാരമാര നീകര ജനനികര ജനനികര വരവര വരമുണ്ട ജുഡമാരമാരമാര ജുഡരാജന നികര കക്ഷകര ജനനികര വരവര വരമുണ്ട നീകല
ദൈവകുഞ്ഞാടേ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീന നേരങ്ങളിലെല്ലാം അവൻ നമ്മളെ താങ്ങി. നമുക്ക് യോഗ്യതയുണ്ടായിട്ടല്ല, കർത്താവിന് നമ്മോട് കരുണ തോന്നിയത് കൊണ്ട് അവൻ നമ്മളെ താങ്ങുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, വചനം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ നാം അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള യോഗ്യതകളൊന്നും നമുക്കില്ല. ദൈവം നൽകുന്ന നിത്യ സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കാനുള്ള യോഗ്യതകളൊന്നും നമുക്കില്ല. എന്നാലും കർത്താവിന് നമ്മളോട് കരുണ തോന്നിയതുകൊണ്ട്, നമ്മുടെ ബലഹീനതകളെ അറിഞ്ഞും നമ്മുടെ പോരായ്മകളെയൊക്കെ അറിഞ്ഞും അവന് നമ്മളോട് മനസ്സലിഞ്ഞിട്ട്, അവന് നമ്മളോട് കരുണ തോന്നിയിട്ട് അവൻ നമ്മളെ താങ്ങിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഇന്ന് പകൽക്കാലം അവനെ ആരാധിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിലും നോക്കിക്കേ, ചിലപ്പം അവൻ തൻ്റെ വായിൽ നിന്ന് അല്ലെ നമ്മളെ ഉമിണ്ണ് കളയുവാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു, തള്ളിക്കളയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. എന്നാൽ അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന മകനെ സ്വീകരിച്ചതുപോലെ അപ്പൻ നമ്മളെ സ്വീകരിച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാലവും നമ്മുടെ കുറകളെ ഓർക്കാതെ തൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നയോളം നടത്തിയ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് താഴ്മയോടെ ദൈവസേനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന്, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ, എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും, എൻ്റെ യേശു എത്ര നല്ലവൻ. പോയപ്പോൾ താൻ വേഗം വരും, എൻ്റെ യേശു എത്ര. ഇന്നയോളം ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും
എത്ര നല്ലവൻ അവനെന്നെന്നും മതിയായവൻ. അടികളെ സ്നേഹിക്കുന്ന അടികളുടെ സ്വർഗീയ പിതാവേ, തിരുസാന്നിധ്യം കൊണ്ട് അടികളെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലവും അവിടുന്ന് അടികളോട് കരുണ തോന്നുന്ന കരുണയ്ക്കായി സ്തോത്രം. അടികളോട് തോന്നുന്ന അവിടുത്തെ ദയയ്ക്കായി അടികൾ നന്ദി പറയുന്ന കർത്താവേ. പിന്നെ തിരുസാന്നിധ്യം കൊണ്ട് അടികളെ ഏറിയ നിലയിൽ അനുഗ്രഹിക്കുമാറാക്കണമേ. അവിടുത്തെ ദാസന്മാരെ ഉപയോഗിക്കുകയും അവിടുത്തെ ശബ്ദം അടികളെ കേൾപ്പിക്കുകയും ചെയ്യണമേ കർത്താവേ. ദൈവങ്ങളിലേക്ക് സർവ്വവും സമർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരിക്കലൊക്കെ ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അത്ര ശക്തിയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ജയോത്സവത്തോടെ നമ്മൾ നടത്തുന്ന ദൈവം എന്നാണ് നമ്മൾ പറയുന്നതല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ജയാളികളാണ്. നമ്മൾ ജയാളികളായിട്ടുള്ളവർ ദൈവത്തെ സ്തുതിക്കുമ്പോഴും ആർക്കുമ്പോഴും ആ ജയത്തിൻ്റെ ശക്തിയോടെ വേണം ദൈവത്തെ സ്തുതിക്കുവാനും ആർക്കുവാനും. സോ ദിസ് ഈസ് ദ ടൈം ദാറ്റ് വി പ്രൈസ് അവർ ഗാഡ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് അവർ ഗാഡ്. നമ്മൾ ആത്മാവിൽ ദൈവത്തെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഇതിലെല്ലാത്തിലും ദൈവത്തിൻ്റെ ഹല്ലേലൂയ വിശ്വസ്തതയാണ് നമ്മൾ കാണുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാനും നിങ്ങളെ ഓരോരുത്തരോടും എന്നെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എസ്പെഷ്യലി ഇവിടെ കുടുംബമായ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം സഹായിച്ച വലിയ വിധത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജിബിൻ അച്ഛൻ്റെ കൂടെയും ഫെബിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെയും നെൽസൺ അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെയും എല്ലാവരെയും ദൈവത്തെ, അതുപോലെ പ്രിയ അച്ഛൻ്റെ കൂടെയും സഹോദരൻ്റെ കൂടെ എല്ലാവരെയും ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ കടന്നു വരാൻ കഴിയേണ്ട ഒരു അവസരത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളെ കൂട്ടി വരുത്തി എല്ലാ വിധത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങളുടെ കുടുംബം ഫുള്ളായിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒരു ഫുള്ളായിട്ട് ഇവിടെ ആയിരിക്കുവാൻ ദൈവം സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓൾറെഡി എൻ്റെ പ്രിയ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവൾ ശാരീരികമായ അല്പമായ ഭാരത്തോടെ ആയിരിക്കുന്നു. പൂർണ്ണമായൊരു വിടുതലിനെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്നിവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പേ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് അതിൻ്റെ സാക്ഷ്യത്തോടെ മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് ഹല്ലേലൂയ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവവചനത്തിൻ്റെ അത് പറയുന്നില്ല, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഒരു പത്രോസിനെ വിടുവിച്ചെങ്കിൽ ഹല്ലേലൂയ ഞാനിന്ന് വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവളെയും വിടുവിച്ച് ഇവിടെ ആരോഗ്യത്തോടെ ഇവിടെ നിന്ന് വിടുതലോടെ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ടവളും തൻ്റെ സാക്ഷ്യമൊക്കെ പറയുവാൻ ആഗ്രഹത്തോടെയാണ് കടന്നു വന്നത്. പക്ഷേ ഇപ്പോൾ അല്പമായ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഹല്ലേലൂയ, പക്ഷേ പോകുന്നതിന് മുമ്പേ സാക്ഷ്യം ഞാൻ പറയുമെന്നുള്ള പ്രത്യാശയോടെ താൻ പറയുവാനിടയായി തീർന്നു. അത് ദൈവം അതിനായി ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തന്നെ ദൈവം വിടുവിച്ച വഴികളൊക്കെ താൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് കടക്കാതെ ദൈവം എനിക്ക് നൽകി തന്ന ആ അല്പം സമയത്തിനുള്ളിൽ ഞാൻ താണിരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന ആ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അല്പമായ ചെറിയൊരു തോട്ട് മാത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഞാനും എൻ്റെ എല്ലാത്തിൻ്റെയും പ്രിയപ്പെട്ടവർക്ക് ക്ഷീണമായതിൻ്റെയും പല കാര്യങ്ങളും കൊണ്ട് അങ്ങനെ ഞാൻ ഒത്തിരി പ്രിപ്പയർ ചെയ്യാനോ അങ്ങനെ ഇത് ചെയ്യാനോ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ നമ്മുടെ ദൈവം ഹല്ലേലൂയ അടിയനെ നിറയ്ക്കുവാൻ ഹല്ലേലൂയ ഇവിടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ എപ്പോഴും ഞങ്ങളുടെ ചേർച്ചിലാണെങ്കിലും one thing I say is hallelujah, I'm just a vessel, he is the one who serves in it. hallelujah, praise the Lord. ഇവിടെ നിൽക്കുന്ന എനിക്കൊരു യോഗ്യതയില്ല ഹല്ലേലൂയ, വചനത്തെക്കുറിച്ച് പറയുവാൻ എനിക്കറിയത്തില്ല. hallelujah, I'm an empty vessel. praise the Lord. hallelujah. And whatever he serves, and it is him who serves it, hallelujah, and we are the ones who eat it. hallelujah. നമ്മൾ ഹല്ലേലൂയ നൽകുന്ന ആ പാത്രത്തിന് there is no importance. It may have a little bit of a beauty, but if it is empty, there is nothing special about it. അല്ലേ ഹല്ലേലൂയ. അതിന് ബ്യൂട്ടി ഉള്ളതിൻ്റെ അതിൻ്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കുമെന്നേ ഉള്ളൂ. It's not going to do anything with it. But hallelujah, അതിൻ്റെ അകത്ത് ദൈവം നമുക്ക് എന്തെങ്കിലും തന്നാൽ മാത്രമേ ഹല്ലേലൂയ ഇവിടെ നിൽക്കുന്ന എന്നെ നോക്കിയാൽ I don't have anything to give any of you. hallelujah. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ആരുടെ ഹൃദയത്തെ വായിക്കാൻ എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ആരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എനിക്കറിയത്തില്ല. hallelujah. But hallelujah, if you look unto the Lord and just tell the Lord, hallelujah, Lord, serve me what I need for today. hallelujah, he is the one who
provide you with that, hallelujah, heavenly food, അല്ലേ, hallelujah. അത് ജീവൻ്റെ ഉറവ ആരിലാണ് ഉള്ളത്? ഫ്രെഡിയുടെ കയ്യിലല്ല ഉള്ളത്, ഹല്ലേലൂയ. അത് നമ്മുടെ അപ്പൻ്റെ കയ്യിലാണ് ഉള്ളത്, ഹല്ലേലൂയ. ഹി ഈസ് ദ വൺ ഹൂ പ്രൊവൈഡ്സ് us, ഹല്ലേലൂയ, എവർ ഫ്ലോയിങ്, ഹല്ലേലൂയ, ഫൗണ്ടൻ ഓഫ് ലൈഫ് ഗിവിങ് വാട്ടർ ഇസ് ഫ്രം ഹിം, ഹല്ലേലൂയ. അത് നമുക്ക് ജീവൻ തരുന്ന ഭക്ഷണം അപ്പൻ്റെ കയ്യിലുള്ളത്, ഹല്ലേലൂയ. ആ അപ്പൻ്റെ അടുത്തുനിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നത് മാത്രം മതി. ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഫ്രെഡിയുടെ ചിന്തയിൽ നിന്ന് വരുന്ന ഒന്നും വേണ്ട, ഹല്ലേലൂയ. പക്ഷേ എൻ്റെ അപ്പൻ തരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം, ഹല്ലേലൂയ, ഐ എം ജസ്റ്റ് ഗോയിങ് ടു കീപ്പ് ഇറ്റ് ഓൺ ദ പ്ലേറ്റ്. ആൻഡ് അതിൻ്റെ അകത്ത് എല്ലാവർക്കും നമ്മളെല്ലാവരും, ഞാൻ എപ്പോഴും എല്ലാവരെയും റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ, അപ്പൻ തരുന്നത് വാങ്ങിക്കുക, അത് സെർവ് ചെയ്യേണ്ടത് എൻ്റെ പേർപ്പസാണ്, അതെടുത്ത് കഴിക്കേണ്ടത് നിങ്ങളുടെ പേർപ്പസാണ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് സോ there might be things which may be for you, there might be things that may be for someone else, പക്ഷേ ഹല്ലേലൂയ അതെല്ലാം വേറെ ഒരാൾക്കാണെന്ന് വിചാരിക്കരുത്. എല്ലാം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെടുത്ത് കഴിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും, ഹല്ലേലൂയ. ദാറ്റ് ഗീവ്സ് യു ദ സ്ട്രെങ്ത്, ദാറ്റ് ഗീവ്സ് യു ലൈഫ്, ദാറ്റ് ഗീവ്സ് യു പവർ. അത് നമ്മൾ എടുത്ത് കഴിക്കേണ്ടത് ഇറ്റ് ഈസ് ആർ റെസ്പോൺസിബിലിറ്റി, ഹല്ലേലൂയ. പ്ലേറ്റിൽ ഫുഡ് കൊണ്ട് വെച്ചിട്ട് അത് നമ്മൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻ ഗീവ് us the strength, ഹല്ലേലൂയ. പക്ഷേ ആ ഫുഡിനെ എടുത്ത് കഴിക്കേണ്ടത് we need to do it, hallelujah. That's our responsibility to do it, hallelujah. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? നല്ല നിലത്ത് വീണ വിത്ത് അത് ഫലം കഴിച്ച് അതിൽ നിന്ന് 30, 60, 100 മേനി ഫലം വന്നു എന്നാണ് പറയുന്നത്, ഹല്ലേലൂയ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദ സീഡ് ക്യാൻ ഓൾസോ ഫോൾ ഓൺ ഗ്രൗണ്ട് വിത്ത് റോക്സ്. ഇറ്റ് ക്യാൻ ഫോൾ ഇൻ ടു എ ഗ്രൗണ്ട് വിത്ത് തോൺസ്. അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ പക്ഷികൾ പെറുക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് അവർ ഹാർട്ട്സ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത് അതൊക്കെ. പക്ഷേ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു നിലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെ റിസീവ് ചെയ്യാൻ വേണ്ടിയായിട്ട് ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ഹൃദയത്തെയാണ് നല്ല നിലമെന്ന് വിളിക്കുന്നത്, ഹല്ലേലൂയ. ആൻഡ് വെൻ യു ടേക്ക് ഇറ്റ് ഇൻ ടു യുവർ ഹാർട്ട് ആൻഡ് വെൻ ഇറ്റ് ടേക്സ് റൂട്ട് ഇൻ ടു യുവർ ഹാർട്ട്, അതിൽ നിന്ന് ഫലം വരുന്നത്. സോ യു നീഡ് ടു ഗെറ്റ് യുവർ ഹാർട്ട്സ് റെഡി ഫോർ ദ ലോഡ്. അപ്പം ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ, ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ വി ആർ ഓൾ ഹ്യൂമൻസ്. ഞാൻ ഇവിടെ നിൽക്കുന്ന ഞാനും ഹ്യൂമനാണ്. ആൻഡ് വൺസ് ആ പാസ്റ്റർ അങ്കിൾ ഹി ടോൾഡ് എ ഹ്യൂമൻ മൈൻഡ് ദർ ഇസ് 10,000 തോട്ട്സ് ദാറ്റ് ഗോസ് ഇൻ എ മിനിറ്റ്. അപ്പോൾ അതുപോലെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു മൈൻഡാണ് നമ്മുടെ എല്ലാവരുടെയും. അതിനെ കൺട്രോൾ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഹ്യൂമൻലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ വെൻ യു ആസ്ക് ഹിസ് ഗ്രേസ്, He gives you enough grace to bring that mind into the presence of the Lord. അപ്പം ദൈവസന്നിധിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ, ആ കൃപയ്ക്കായി ചോദിക്കുമ്പോൾ ദൈവം അതിനുള്ള ബലവും തരും, ഹല്ലേലൂയ. വെൻ വി കം ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ആ ഹൃദയത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഹൃദയത്തെ ദൈവം കൺട്രോളിലാക്കി കൊണ്ടുവരും, ഹല്ലേലൂയ. ആൻഡ് അങ്ങനെ ഒരു ഹൃദയത്തിലാണ് ആ വചനം വീഴുമ്പോൾ അതിൽ നിന്ന് ഫലം വരുന്നത്, ഹല്ലേലൂയ. സോ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്നെ ഓർത്തും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാക്ക് നിങ്ങൾ വിശ്വസനും വാക്ക് മാറാതെ വാഴ്ത്തപ്പെടുകയും സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായപ്പോൾ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പ ദൈവസന്നിധിയിൽ കർത്താവെ, ഞങ്ങൾ ഇന്ന് കൂടി വരുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ദൈവമേ ഹല്ലേലൂയ, എല്ലാവരുടെയും അവസ്ഥകളെയും സാഹചര്യങ്ങളെയും എല്ലാം അറിയുന്ന സ്വർഗ്ഗത്തിലെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന കർത്താവ്, ഈ അടിയൻ്റെ കുറവുകളോ തെറ്റുകളോ വീഴ്ചകളോ ഒന്നും കർത്താവെ ഹല്ലേലൂയ, ഞങ്ങളിന്ന് കേൾക്കാൻ പോകുന്ന കർത്താവെ ഹല്ലേലൂയ, അങ്ങയിൽ നിന്ന് പ്രാപിക്കുന്ന ആ വചനത്തിൽ നിന്ന് കർത്താവെ, അത് പ്രാപിച്ച് അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കരുതേ കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളിന്നിവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ കർത്താവെ ഒരു ഹല്ലേലൂയ വെസലായി മാത്രം അടിയൻ ഇവിടെ നിൽക്കുവാൻ ദൈവം സഹായിക്കണം. അതിൽ നിന്ന് കർത്താവെ അപ്പൻ തരുന്നത് മാത്രം ഹല്ലേലൂയ പ്ലേറ്റിന്മേൽ വെക്കണമേ കർത്താവെ ഹല്ലേലൂയ. അതിൽ നിന്ന് കർത്താവ് ഭക്ഷിക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, ഒരു വിടുതലായി തീരുവാൻ കർത്താവെ, ഒരു നന്മയായി തീരുവാൻ കർത്താവെ, അങ്ങ് അതിൻ്റെ മേൽ പ്രവർത്തിക്കണം കർത്താവെ. ദൈവത്തിൻ്റെ മഹത്വം മാത്രം ഹല്ലേലൂയ വെളിപ്പെടട്ടെ. ഞങ്ങൾ ഹല്ലേലൂയ ഇന്നിവിടെ ആയിരിക്കുന്ന അല്പസമയം കർത്താവെ ലഭിക്കുന്നത് കർത്താവെ ഞങ്ങൾ പ്രാപിച്ച് അനുഗ്രഹത്തോടെ കർത്താവെ ഹല്ലേലൂയ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല കർത്താവെ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്ന വാക്ക് പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്കപ്പ ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. അപ്പൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സകല മാനവും മഹത്വവും പുകഴ്ചയും അപ്പനെ നൽകുന്ന സകലവും ഞങ്ങൾക്ക് ജീവൻ അർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് ഏതോന്നി കേൾക്കണം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ഞാൻ അധികം ഇനിയും ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോ മുഖവര പറഞ്ഞോ ഞാൻ സമയം നീട്ടുന്നില്ല. ലഭിച്ചിരിക്കുന്ന ആ അല്പസമയത്ത് തന്നെ ഞാൻ താണിരിക്കാം. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് തന്നെ അത് പ്രിയപ്പെട്ടവളോട് ചോദിക്കണം. പക്ഷേ എങ്കിലും ഞാൻ പ്രത്യാശിക്കുന്നു തൻ്റെ സാക്ഷ്യം എന്നിവിടെ പറഞ്ഞിട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി താൻ കടന്നുപോയ ചില അവസ്ഥകൾ ഹല്ലേലൂയ കുറച്ച് പേർക്കെങ്കിലും അത് അറിയാം. ഹല്ലേലൂയ. നിങ്ങൾ സഭയെ പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അത് പ്രാർത്ഥനയുടെ എല്ലാം ഫലമായി ഹല്ലേലൂയ താൻ നിങ്ങളുടെ ജീവനോടെ ആരോഗ്യത്തോടെ താൻ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഹല്ലേലൂയ. അവിടെ താൻ കടന്നുപോയ ഒരു അവസ്ഥയിൽ ഹല്ലേലൂയ തന്നെ നഷ്ടപ്പെടുമോ എന്ന് പോലും ഞങ്ങൾ വിചാരിച്ച ഹല്ലേലൂയ ഒരു അവസ്ഥ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ മഹാദയുള്ള കരമാണ്. ഹല്ലേലൂയ. മഹാശക്തിയുള്ള കരമാണ്. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ തന്നെ ഇന്നിവിടെ ആ ഹല്ലേലൂയ കൊണ്ടുവന്നത് ഹല്ലേലൂയ അതിനും ഒരു പേർപ്പസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബലഹീനതയിലെല്ലാം തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ തന്നെയും ദൈവം നിറയ്ക്കുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം തന്നെ അല്പം നൽകി തന്ന ആ ചെറിയ വചനത്തിലേക്ക് ഞാൻ കടക്കുവാൻ എക്സഡസ് ചാപ്റ്റർ ഹല്ലേലൂയ 1 verse 8 to 11 ആരെങ്കിലും ഒരാൾ വായിച്ച് പുറപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയും ഉള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടു പോയിക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി അവർ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആ കേട്ട വചനത്തിൽ ഹല്ലേലൂയ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് കിഡ്സ് I'll quickly read it in English as well. Now there arose a new king over Egypt who did not know Joseph, and he said to his people, behold, the people of Israel are too many and too mighty for us. Come, let us deal shrewdly with them, lest they multiply, and if war break out, they join our enemies and fight against us and escape from the land. Therefore they set taskmasters over them to afflict them with heavy burdens. Praise the Lord. Hallelujah. സോ ഈ ഒരു വചനം ഹല്ലേലൂയ എന്നെ ജീവിതത്തിൽ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുള്ള ഒരു വചനമാണ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വോയിസാണ് അല്ലേ. നമ്മൾ ഹല്ലേലൂയ ഈ ഒരു ഭാഗം ഞാൻ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട. ഹല്ലേലൂയ. ആരോടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയേണ്ട. എല്ലാവരും എന്നെക്കാളും വചനത്തിൽ പാണ്ഡിത്യമുള്ളവർ എവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയ സഹോദരങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ശക്തമായി ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ ദേവദാസനൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാവരും അച്ഛനാണെങ്കിലും എല്ലാവരും എന്നെക്കാളും വചനത്തിൽ നല്ല അറിവുള്ളവരാണ്. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവത്തിലേക്ക് താഴ്ത്തുന്ന എല്ലാവരിലും കുറഞ്ഞവനാണ് ഞാൻ. പക്ഷേ ആ ദൈവം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഞാൻ ജസ്റ്റ് എപ്പോഴും നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് മാത്രം പറയും, അപ്പാ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. ആ ഒരു ഹല്ലേലൂയ വചനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. അതിൻ്റെ അകത്ത് ഹല്ലേലൂയ പറയുന്ന ആ ഒരു ഭാഗം ഞാൻ അല്പമായി ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഹല്ലേലൂയ പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചെറിയൊരു ചിന്ത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഹല്ലേലൂയ ഭാഗം വചനം വായിക്കുമ്പോൾ അതിൽ പറയുന്നു, അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവിടെ അറിയാവുന്ന ഒരു കാര്യം ഹല്ലേലൂയ യോസേഫിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ തന്നെ ദൈവം എങ്ങനെ കൊണ്ടുവന്നുവെന്നും തന്നെ ഏതൊരവസ്ഥയിലേക്ക് ദൈവം ഉയർത്തിയെന്നും ഒക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ യോസേഫിൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരാൻ ഒരു ഫറവോനെ ദൈവം യൂസ് ചെയ്യുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മളിവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും, ഞാൻ എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മൾ കടന്നു വന്ന വഴികളുണ്ട് അല്ലേ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ നമ്മളായിരുന്ന അവസ്ഥകളുണ്ട്, നമ്മളെ അവിടെ നിന്ന് ദൈവം കൊണ്ടുവന്ന വഴികളുണ്ട്. ഹല്ലേലൂയ. അതിന് മുഖാന്തരമായി തീർന്ന പല വഴികളുണ്ട്. നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ പറയുന്നു ഹല്ലേലൂയ ഒരു കാര്യമാണ്. ഹല്ലേലൂയ ഞാൻ ഇന്നിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പലപ്പോഴും എൻ്റെ പ്രതികൂലങ്ങൾ അതിന് കാരണമായിട്ടുള്ളത്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം ഉറയ്ക്കാൻ കാരണമായത് എൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വന്ന ഒബ്സ്റ്റക്കിൾസ് ആണ്. Those are the things that built me to stand here today. Hallelujah. പക്ഷേ അതിൻ്റെ അകത്തെല്ലാം അതിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ തകർന്നു പോകുമല്ലോ. ഹല്ലേലൂയ. അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ഇതുകൊണ്ടെല്ലാം തീർന്നല്ലോ. ഹല്ലേലൂയ. പക്ഷേ അതിൻ്റെ അകത്തൂടെ എല്ലാം ദൈവം നമ്മളെ പണിത് ഹീ ബ്രിങ്സ് us to a point where നമ്മൾ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഇപ്പോൾ നമ്മളെ എല്ലാവരെയും ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എവ്രി വൺ ഹാസ് ഗോട്ട് എ ടെസ്റ്റിമണി ഓഫ് ഹല്ലേലൂയ where you came from,
വേ യു ആർ നൗ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥ, ഹല്ലേലൂയ, ഞാൻ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഒരാൾ പോലും പറയത്തില്ല എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടില്ല എന്ന്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയും, ഹല്ലേലൂയ, ഒരു യോസെഫിനെ പോലെ ആർക്കും വേണ്ടാതെ എല്ലാവരും മാറ്റി വെച്ച് ഹല്ലേലൂയ ഇരുന്ന ഒരു വ്യക്തിയായ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഉയർത്തി ഒരു ഒരു മന്ത്രിയാക്കി തീർത്തു, അല്ലേ? നമ്മളിവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും പറയാൻ അങ്ങനെ ഒരു സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഹല്ലേലൂയ യോസെഫ് ആയിരുന്നപ്പോൾ യോസെഫ് ഒത്തിരി ബ്ലെസ്സിങ്സ് ആ രാജ്യത്തിൻ്റെ അനുഭവിച്ചു, അല്ലേ? അങ്ങനെ പല ബ്ലെസ്സിങ്സും യോസെഫ് അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ യോസെഫ് അവിടെ ആ ദേശത്ത് പാർത്തു, വിശ്വസ്തത ആചരിച്ചു, അവിടെ ദൈവത്തെ ആരാധിച്ചു പോന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അവിടെ ഉണ്ടായ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഇന്ന് കണ്ടത്. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് ആ യോസെഫ് കടന്നുപോയ ആ ഒരു നല്ലൊരു പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ യോസെഫിനെ സപ്പോർട്ട് ചെയ്തവരുണ്ടായിരുന്നു, യോസെഫിനെ താങ്ങിയവരുണ്ടായിരുന്നു, യോസെഫ് ആ ഒരു പൊസിഷനിൽ നിൽക്കുവാൻ ഹല്ലേലൂയ യോസെഫിന് ഇടയാക്കിയ വ്യക്തികളുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ there was a situation which was brewing to come. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മളിവിടെ ഇവിടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഇന്നൊരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മളെല്ലാവരും എപ്പോഴും വേറെ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ there is a power of darkness which is watching over that. ഹല്ലേലൂയ. പക്ഷേ അതിനെ ഓർത്ത് ഭയപ്പെടാനല്ല. ഹല്ലേലൂയ. യോസെഫിൻ്റെ ജീവിതത്തിലും താനും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മൾ ദാനിയേലിൻ്റെ ഒരു ജീവിതം എടുത്തു നോക്കിയാൽ ഹല്ലേലൂയ ഒരു സിംഹക്കുഴിക്ക് മുമ്പായി ദാനിയേൽ പ്രിപ്പയർഡ് ആയിരുന്നു, അല്ലേ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് ഹല്ലേലൂയ വാട്ട് എവർ കംസ് ഇൻ യുവർ വേ ഹല്ലേലൂയ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഒരു മന്ത്രിയുടെ സ്ഥാനത്ത് ദൈവം നമ്മളെ കൊണ്ടാക്കിയിരിക്കുന്നത്. ഇഫ് ഗോഡ് ഹാസ് ബ്രോട്ട് യു ടു എ പൊസിഷൻ വേ യു കോൾ യുവർ സെൽഫ് എ മിനിസ്റ്റർ ഓഫ് ദ ലോർഡ്, ദർ ഇസ് എ എനിമി ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് പ്ലോട്ടിങ് അഗെയിൻസ്റ്റ് യു. ഒരു ഭാഗത്ത് നീ ശക്തിയോടെ നിന്ന് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഹല്ലേലൂയ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നീ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനോട് പ്ലോട്ട് ചെയ്യുന്ന ഒരു ദുഷ്ടശക്തിയുടെ ഒരു മണ്ഡലമുണ്ട്. ഹല്ലേലൂയ. ദർ ഇസ് എ പവർ ഓഫ് റെൽം ഓഫ് ഡാർക്ക്നെസ് വിച്ച് ഈസ് കൈൻഡ് ഓഫ് പ്ലോട്ടിങ് അഗെയിൻസ്റ്റ് യു. പക്ഷേ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഹല്ലേലൂയ ഒരു ദാനിയേലിനെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ താനായിരുന്ന ഹല്ലേലൂയ ആ ഒരു അവസ്ഥയിൽ തൻ്റെ ഏറ്റവും ബ്ലെസ്സിങ്ങിൽ ഇരുന്നപ്പോൾ ഹല്ലേലൂയ there was no reason for ഹല്ലേലൂയ Daniel to sit and pray 3 times in a day, അല്ലേ? നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാനിയേൽ നമ്മളെപ്പോഴും 3 പ്രാവശ്യം ഇരിക്കുന്ന എപ്പോഴാണ്? ചേച്ചി അതിൻ്റെ റൈറ്റ് ആൻസർ പറയും. ഞാൻ എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഞാൻ അത് തന്നെ പറയും. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണ്, അല്ലേ? ഐ ബിലീവ് ലൈക്ക് ഇവിടെ ഇരിക്കുന്നവർ എന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് വി റൺ ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ദെൻ വി ഫാസ്റ്റ്, വി പ്രേ 3 times a day. ഈവൻ ഇപ്പോൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയും നമ്മളിരിക്കും, മോർ ദാൻ 3 times വേണം ഇരിക്കും. പക്ഷേ ഹല്ലേലൂയ വെൻ ഇൻ ടൈംസ് ഓഫ് ലൈക്ക് യുവർ കംഫർട്ട്, നിങ്ങൾക്ക് സുഖത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നത് ഹല്ലേലൂയ you should be vigilant. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഏത് നേരത്തും ഹല്ലേലൂയ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ഹല്ലേലൂയ നോക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏത് നേരവും ഒരുക്കമുള്ളവരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബി റെഡി ഓൾ ദ ടൈം. ഹല്ലേലൂയ. ബി എവർ റെഡി. നമ്മളല്ല എപ്പോഴും ഹല്ലേലൂയ നമുക്ക് നാട്ടിലൊരു ബാറ്ററി ഉണ്ട് എവർ റെഡി എന്ന് പറഞ്ഞ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഏത് നേരത്തും ഹല്ലേലൂയ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ നമ്മുടെ ബാറ്ററി ലൈഫ് കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ ബാറ്ററി ലൈഫ് ഷുഡ് ബി ഓൾവേസ് ടു 100%. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്ഷീണം വരുന്ന സമയമുണ്ട്, ഭാരം വരുന്ന സമയമുണ്ട്, സംശയം വരുന്ന സമയമുണ്ട്. വെൻ വി ഹല്ലേലൂയ സ്ട്രഗിൾ വിത്ത് അവർ ഫെയ്ത്ത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഹല്ലേലൂയ ഇൻ ദാറ്റ് ടൈം ഓൾസോ അതിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ വെൻ യു ആർ ഇൻ യുവർ കംഫർട്ട് you need to give time for the Lord. Hallelujah. Praise the Lord. Hallelujah. നിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇത് പറയാൻ ഹല്ലേലൂയ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ആൻഡ് ഐ പ്രേ ദാറ്റ് ഹല്ലേലൂയ there is no such situation coming in your life. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിനക്ക് ഹല്ലേലൂയ സുഖമുള്ളപ്പോൾ കർത്താവിനെ ഓർക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഓർക്കുക. ഹല്ലേലൂയ. സിറ്റ് ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ് ഇൻ പ്രേയേഴ്സ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദാനിയേൽ താൻ ഒരുക്കത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഒരു സിംഹക്കുഴി തന്നെ പേടിപ്പിച്ചില്ല, അല്ലേ? സോ is it anywhere written hallelujah Daniel pleaded not to throw him into the lion's den?
ഓരോരുത്തരും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ദാനിയേലിനെ ഹല്ലേലൂയ സിംഹക്കുഴിയുടെ അവിടെ കൊണ്ട് വെച്ചപ്പോഴും ദാനിയേൽ ഞാനായിരുന്നെങ്കിൽ ഓടിയാനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനായിരുന്നെങ്കിൽ ഹല്ലേലൂയ അവരുടെ കൈയും കാലും പിടിക്കാൻ ചിലപ്പോൾ പോയേനെ. ഹല്ലേലൂയ, എന്നെ രക്ഷിക്കണമേ, എന്നെ ഇത് ചെയ്യണേ, എന്നെ എറിയരുതേ എന്ന് പറഞ്ഞേനെ. ഹല്ലേലൂയ. പക്ഷേ ഒരു ദാനിയേൽ എന്താ ചെയ്തത്? തൻ്റെ പ്രോബ്ലംസ് വന്നപ്പോൾ ഹല്ലേലൂയ ഹി ഫേസ് ദോസ് പ്രോബ്ലംസ്. ഹല്ലേലൂയ. ബിക്കോസ് ഹി ന്യൂ ഹു വാസ് ദെയർ വിത്ത് ഹിം. ഹല്ലേലൂയ. ബിക്കോസ് ഹി ഹാഡ് ദാറ്റ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിന് ദൈവവുമായിട്ടുള്ളൊരു വിടാത്തൊരു ബന്ധം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, just I'm taking examples, hallelujah, or for children's purpose, like if you have got your parents, hallelujah, and you trust them fully, അല്ലേ, നിങ്ങളുടെ കൂടെ എപ്പോഴും ആ പേരൻ്റ് ഉണ്ട്, അല്ലേ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ എടുക്കുകയാണെങ്കിൽ യു ഗോട്ട് യുവർ പാർട്ട്ണർ വിത്ത് യു. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അവരടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? യു വിൽ ഫേസ് യുവർ പ്രോബ്ലം ലൈക്ക് ഹെഡ് ഓൺ. നിങ്ങളിങ്ങനെ ഒരു ശക്തിയോടെ, ലൈക്ക് നിങ്ങൾ എത്ര പേര് ഭർത്താവിനെ ഇട്ടിട്ട് ഓടുന്ന ഭാര്യമാരുണ്ടില്ലല്ലോ, ഇവിടെ ആരുമില്ല. ആ ഭാര്യമാരെ ഇട്ടിട്ട് ഓടുന്ന ഭർത്താക്കന്മാരും ഇല്ലല്ലോ. ഹല്ലേലൂയ. യു ആർ ഈച്ച് അതേഴ്സ് സ്ട്രെങ്ത്, അല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ യു റിലൈ ഓൺ, ഹോൾഡ് ഓൺ ടു ഈച്ച് അതർ. എന്തെങ്കിലും ഒരു, ഇപ്പോൾ നിങ്ങൾ വഴിയിൽ കൂടെ തന്നെ നടക്കുക, ആരെങ്കിലും നിങ്ങൾക്കെതിരെ വരുക, അപ്പം ഒറ്റയ്ക്കുള്ളതിനേക്കാളും ആരെങ്കിലും കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ശക്തിയും ബലവും കൂടുതലാണ്, അല്ലേ. ഹല്ലേലൂയ. അന്ന് പറഞ്ഞതുപോലെയാണ് ഹല്ലേലൂയ ദാനിയേലിനുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ഈവൻ ദോ ഹി വാസ് ത്രോൺ അലോൺ, ഹല്ലേലൂയ ഫിസിക്കലി നമ്മൾ നോക്കുമ്പം ഹി വാസ് ത്രോൺ അലോൺ ഇൻ ടു ദ ലയൺസ് ഡെൻ. He knew that, hallelujah, and with that lion there is an angel of God who is standing there. Hallelujah. അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നതും ഉറപ്പുണ്ടായിരുന്നതും എൻ്റെ ദൈവം ഹല്ലേലൂയ ആ സിംഹത്തിൻ്റെ കുഴിയിൽ ഇവരെറിയുന്നതിന് മുമ്പായി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? സിംഹത്തിൻ്റെ വായ അടയ്ക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ വരാൻ പോകുന്ന ആ ഒരു പ്രതികൂലത്തിനും ഹല്ലേലൂയ മുമ്പായി തന്നെ ഹല്ലേലൂയ ദൈവം ദൂതനെ അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് എന്തെങ്കിലും പ്രതികൂലം വരുന്നതിന് മുമ്പായി തന്നെ ഹല്ലേലൂയ ആ ദൂതനെ അവിടെ ആക്കി വെക്കുന്ന ഒരു ദൈവത്തെ ഹല്ലേലൂയ നമ്മൾ വിളിക്കുന്ന. ഹല്ലേലൂയ. വി കോൾ അൺടു എ ലോർഡ് ഹു അസൈൻസ് ഏഞ്ചൽസ് ഇൻ ആർ പാത്സ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു ശത്രുവിൻ്റെ പ്രതികൂലം നമ്മുടെ നേരെ വരുന്നതിന് മുമ്പായി തന്നെ he assign an angel over there to fight it. Praise the Lord. Hallelujah. ഏഞ്ചലിനെ മാത്രമല്ല, he comes down to fight with that. Hallelujah. അങ്ങനെ ഹല്ലേലൂയ നമ്മൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ആ ഒരു ബലം കാണുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ഏതൊക്കെ അവസ്ഥ വന്നാലും ഏതൊക്കെ ഭാരം വന്നാലും, ഇഫ് യു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ് ലൈക്ക് ഡാനിയൽ ഡിഡ്, നിങ്ങൾ പ്രശ്നത്തെ കണ്ടാലും പേടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ കൂടെ പോകുന്നെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ ഫിയറിങ് ഇറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ് റിമൈൻഡ് ചെയ്യുന്നത് റീവാലുവേറ്റ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൻ്റെ പ്രശ്നത്തിന് മുമ്പിൽ നീ ഭയക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ യു ജസ്റ്റ് നീഡ് ടു റീവാലുവേറ്റ്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട സമയം. ആദ്യം ഈ വചനം പറയുമ്പോൾ ഞാൻ എപ്പോഴും എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈ വചനം ആദ്യം എന്നോടാണ് പറയുന്നത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് ഹല്ലേലൂയ നിങ്ങൾ ഓരോരുത്തരോടും ഹല്ലേലൂയ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നം വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ പതറാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ you need to have that strong relationship with the Lord. Hallelujah. അവിടെ വായിച്ച വചനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. അവിടെ യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. ഹല്ലേലൂയ. that was a unforeseen situation. ഹല്ലേലൂയ. യോസെഫ് വിചാരിച്ച് തൻ്റെ ജനം അവിടെ ആയിരിക്കുമ്പോൾ they are well protected. ഹല്ലേലൂയ. always. പക്ഷേ അവർ യോസെഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ ഉയരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പക്ഷേ അതിനുശേഷം വായിക്കുന്ന വചനത്തിൽ ഹല്ലേലൂയ നമ്മൾ കാണുന്നു, ഹല്ലേലൂയ അവൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവർ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ and he said to his people, behold the people of Israel are too many and too mighty for us. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ അതിൻ്റെ താഴോട്ടായി നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ we see over there, അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മളോട് പൊരുതി ഈ രാജ്യം വിട്ടുപോയി കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് ഹല്ലേലൂയ നമ്മൾ, ഇഫ് one of you can read that in English, verse 10 and 11. Thank you.
അവിടെ ഹലലിയ നമ്മൾ ആ ഒരു ഭാഗം വായിക്കുമ്പോൾ ഹലലിയ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഹലലിയ ഇസ്രായേൽ അവിടെ ഉണ്ടായിരുന്നു. സോ യോസെഫിൻ്റെ മക്കളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ജനറേഷൻസ് അവിടെ ആ ദേശത്ത് അവർ പാർക്കുമ്പോൾ ഹലലിയ അവർക്കൊരു ബലമുണ്ട്. ഒരു യോസെഫിൻ്റെ മക്കളാണെന്നുള്ള ഒരു ഉറപ്പുണ്ട് അവർക്ക്, അല്ലേ? അവിടെ ആ യോസെഫിൻ്റെ മക്കളെന്നുള്ള ഒരു ബലത്തിൽ അവരെല്ലാവരും അവിടെ ജീവിക്കുന്നത്. പക്ഷേ when the new enemy came up, he started and plotting against them to destroy them. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ആ ഇസ്രായേൽ അവിടെ ആയിരുന്നപ്പോൾ when we read in ഹല്ലേലൂയ 11 verse 11 അതിൻ്റെ അത് വായിക്കുന്ന, അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരന്മാരെ ആക്കി. ഹല്ലേലൂയ. അവിടെ നമ്മൾ ആ ഒരു ഇസ്രായേലിനെ ഹല്ലേലൂയ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മിസ്രൈമിയർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയത് എന്തെങ്കിലുമൊക്കെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഹല്ലേലൂയ നമ്മളതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ബട്ട് ഹല്ലേലൂയ അതിൻ്റെ പുറകിലുള്ള റീസണെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഇഫ് ദർ ഇസ് എന്തെങ്കിലും ഒരു ഭാരം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രയാസം ആയിക്കോട്ടെ, നമ്മൾ കാണാത്തതിനെ കാണുന്ന ചിലരുണ്ട്, അല്ലേ? പലപ്പോഴും ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ ശക്തി ഇസ്രായേലിന് മനസ്സിലായില്ല. പക്ഷേ നമ്മളവിടെ കാണുന്നത് എന്താ? ഹല്ലേലൂയ മിസ്രൈമിയർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിപ്പിച്ചു എന്ന് കാണുന്നു. പക്ഷേ അതിനു മുമ്പായി അവരുടെ എനിമി പറഞ്ഞൊരു കാര്യമുണ്ട്. വാട്ട് വാസ് ദാറ്റ്? ഹല്ലേലൂയ. ഇവിടെ ബിഹോൾഡ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ആർ ടു മെനി ആൻഡ് ടു മൈറ്റി ഫോർ us. പ്രൈസ് ദി ലോർഡ്. അതാണ് ഹല്ലേലൂയ അവിടെ ഇസ്രായേലിനെ ഞെരുക്കാനുള്ള കാരണം, എനിമി. ഹല്ലേലൂയ. പക്ഷേ അവിടെ ശത്രു കണ്ട ഒരു കാര്യവും ഇസ്രായേൽ തിരിച്ചറിയാതെ പോയ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വൺ സൈഡ് ഹല്ലേലൂയ enemy saw that they are too many and too mighty. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ചില കൃപകളും കൃപാവരങ്ങളും ദൈവം നമ്മളെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ചില അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ നമ്മളെ ശക്തിയോടെ നിർത്താൻ ആഗ്രഹിക്കുന്ന അവസ്ഥകളുണ്ട്, നമ്മളെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ ഹല്ലേലൂയ പിശാചിന് നമ്മളറിയുന്നതിന് മുമ്പ് തന്നെ പിശാചിന് അതറിയാം. സോ വാട്ട് ഡസ് ഹി ഡു? ഹി സപ്രസസ്. അതിലോട്ട് എത്താതിരിക്കാൻ വേണ്ടി കഠിന വേലകളാൽ പിശാച് നമ്മളെ അങ്ങ് ഞെരുക്കി കളയും, അല്ലേ? ഹല്ലേലൂയ. അതുപോലെ ഒരു അവസ്ഥയിലാണ് ഇസ്രായേൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ ഇസ്രായേലിന് ഹല്ലേലൂയ കാണാൻ പറ്റാത്തത്. ഹല്ലേലൂയ അവരായിരുന്ന ആ സ്ഥലത്ത് ഹല്ലേലൂയ അവരെ ഒതുക്കി വെക്കാൻ കഴിയാത്ത പോലെ അവർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ അവർ അവിടെക്കാളും ശക്തിയുള്ളവരാണ്. അവരെ താമസിച്ചുകൊണ്ടിരുന്ന, അവരെ സപ്രസ് ചെയ്തുകൊണ്ടിരുന്ന മിസ്രൈമിയരെക്കാളും ശക്തിയുണ്ട് അവർക്ക്. പക്ഷേ ഹല്ലേലൂയ വാട്ട് വാസ് ദ റീസൺ? ഹല്ലേലൂയ ദേ വർ നോട്ട് ഫൈറ്റിംഗ് ബാക്ക്. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവരതിനെ കാണാതെ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ദിവസങ്ങൾ നമ്മളൊരു ഭാരത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസത്തിൻ്റെ അകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം ആരുടെ മക്കളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഒരു യോസെഫിൻ്റെ ഒരു ബലം അവർക്കുണ്ടായിരുന്നത് പോലെ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തർക്കും ബലം വേണ്ടത് ഹല്ലേലൂയ ഐ ആം എ ചൈൽഡ് ഓഫ് ദ ലിവിങ് ഗോഡ്. ഹല്ലേലൂയ. നോ പ്രോബ്ലം ഇസ് ടു ബിഗ് ഫോർ മൈ ഫാദർ. ഹല്ലേലൂയ എന്നുള്ളൊരു ഉറപ്പ് ഹല്ലേലൂയ എനിക്കുണ്ടെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു ഓവർകം ഇറ്റ്. ഹല്ലേലൂയ. ആൻഡ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അതേ ബലം ഹല്ലേലൂയ ആൻഡ് ഹീ ഈസ് ദ വൺ ഹൂ സ്ട്രെങ്തൻസ് മീ എന്നുള്ള ബലം കൂടെ നിനക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ യു വിൽ ബി റെഡി ടു ഫൈറ്റ് ഇറ്റ് ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹല്ലേലൂയ ഒരു ശത്രുവിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ നിന്നെ തകർത്ത് കളയാൻ അനുവദിക്കാത്തൊരു ദൈവം നിനക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഹല്ലേലൂയ നിനക്ക് വേണ്ട വേറെ ഒരു തിരിച്ചറിവാണ് ഹല്ലേലൂയ ഹീ ഈസ് ദ വൺ ഹൂ എക്വിപ്സ് മീ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് മൈ എനിമി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കാര്യം നമുക്ക് തിരിച്ചറിവ് വേണം ദൈവമക്കളായിരിക്കുമ്പോൾ. ഹല്ലേലൂയ നമ്മൾ മറന്നു പോകണ്ടാത്ത രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഹല്ലേലൂയ ആ പ്രശ്നത്തെ നോക്കി ഭയപ്പെടാനല്ല, സമയം പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് റാപ്പപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ആ പ്രശ്നത്തെ നോക്കി നിങ്ങൾ ഭയപ്പെടാനല്ല, ആ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങൾ പറയണം, ആൻഡ് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം, ഞാൻ ആരെയാണ് വിളിക്കുന്നത്? ഞാൻ ആരുടെ മകനാ? ഹല്ലേലൂയ. ഞാൻ ആരുടെ മകളാ? ഹല്ലേലൂയ. ആ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹല്ലേലൂയ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ കേഴ്സ് ചെയ്യുവാനല്ല ഹല്ലേലൂയ, ടു ലുക്ക് അഗെയിൻസ്റ്റ് ദാറ്റ് ഹല്ലേലൂയ ഇൻ ദ ഐ ഓഫ് ദ എനിമി നോക്കിയിട്ട് പറയണം,
ഐ ആം ദ ചൈൽഡ് ഓഫ് ദ ലിവിങ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേര് ഹല്ലേലൂയ ആ ധൈര്യത്തോടെ ദിവസങ്ങൾ അത് പറയുവാൻ ഹല്ലേലൂയ നിങ്ങൾക്ക് തയ്യാറാ? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ നിങ്ങൾ നോക്കി പറയണം, ഐ ആം എ ചൈൽഡ് ഓഫ് ദ ലിവിങ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ മകനാ. ഹല്ലേലൂയ. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ മകളാ. ഹല്ലേലൂയ. ആ ഒരവസ്ഥയിൽ ഹല്ലേലൂയ ശത്രു നിൻ്റെ ഉള്ളിലെ ശക്തിയെ ശത്രു കാണുന്നതിന് മുമ്പ് നിൻ്റെ ഉള്ളിലെ ശക്തി നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ ശത്രു വിട്ടോടുവാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ വായിച്ച 1-2 വാക്യമേ ഉള്ളൂ. ഹല്ലേലൂയ. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വാക്യങ്ങളൊന്നും എടുക്കാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ തന്നെ ഞാൻ ഈ ഒരു വാക്യങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഹല്ലേലൂയ പറയുക. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവസ്ഥ വരുമ്പോൾ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. ആ ഒരു ഭാരത്തെ നീ യഹോവയുടെ മേൽ വെക്കുമ്പോൾ ഹല്ലേലൂയ ഹീ ഗീവ്സ് യു ദ റിയലൈസേഷൻ. ഞാൻ പറഞ്ഞ ഈ റിയലൈസേഷൻ ദൈവം തരും. ഹല്ലേലൂയ. ഹൂ ഈസ് സ്റ്റാൻഡിങ് വിത്ത് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദ ഗോഡ് ഓഫ് ഏഞ്ചൽ ആർമീസ് ഈസ് ഓൾവേസ് ബൈ മൈ സൈഡ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ പാടുന്ന ഒരു പാട്ടുകളിലൊന്നാണ് ഹല്ലേലൂയ. എൻ്റെ ദൈവം ഹല്ലേലൂയ സൈന്യങ്ങളുടെ യഹോവയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ബൈബിളിൽ ഇത്ര പഴയ നിയമത്തിൽ നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ ഇരുന്ന് ഇസ്രായേൽ ഈ ജനങ്ങളെ ഹല്ലേലൂയ ഈ അവർക്കെതിരെയുള്ള എനിമീസിനെ മുഴുവൻ ഫൈറ്റ് ചെയ്തെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു ബാറ്റിൽ വരുമ്പോൾ നമ്മൾ പേടിക്കുക. വി റീഡ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ് അല്ലേ? നമ്മൾ വായിച്ചുകൊണ്ടേ ഇരിക്കുക. ആ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും എന്താ ഹല്ലേലൂയ അത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിന് മറന്നു പോകുന്നതിൻ്റെ കാരണം എന്താ? ആ വചനം നമ്മുടെ ഉള്ളിലോട്ട് സിങ്ക് ഇൻ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഇറ്റ് ഹാസിൻ ടേക്കൺ റൂട്ട് ഇൻ അസ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലോട്ട് ആ വചനം വേര് പിടിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ as soon as a battle comes against you നിൻ്റെ വായിൽ വരുന്നത് എന്താ? വചനം വരും. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പറയും ഹല്ലേലൂയ ഇൻ ദ നെയിം ഓഫ് ജീസസ് കാസ്റ്റ് ഇറ്റ് ഔട്ട്. ഹല്ലേലൂയ. അതാ നിൻ്റെ മൈൻഡിൽ ആദ്യം ഹല്ലേലൂയ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നെങ്കിൽ അത് ചെയ്യുക. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ ശത്രുവിനെ പേടിക്കുന്നവരാ. ഹല്ലേലൂയ. ശത്രുവിനെ പേടിക്കുമ്പം ശത്രു പേടിപ്പിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. നമ്മൾ പേടിക്കാനും റെഡിയായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. ആ ഒരവസ്ഥ ഹല്ലേലൂയ ഉണ്ടാകരുത്. ഹല്ലേലൂയ. വെൻ ഹല്ലേലൂയ ദ എനിമി കംസ് അഗെയിൻസ്റ്റ് us you need to have the courage to look into his eyes and say that I am going to defeat you today. ഹല്ലേലൂയ. ഒരു ദാവീദിനെ ജീവിതത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ അവിടെ ദാവീദ് ഒരു ബാലനായിരുന്നു അല്ലേ? ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരെക്കാളും ഷോർട്ടായിട്ടുള്ള ആളായിരിക്കാം, എല്ലാവരെക്കാളും ഹല്ലേലൂയ പ്രായം കുറഞ്ഞ ഒരാളായിരിക്കാം, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ മോളുടെ അത്രയും ഹല്ലേലൂയ കാണത്തുള്ളൂ ദാവീദ്. ഹല്ലേലൂയ. ബട്ട് ഹല്ലേലൂയ ഗോലിയാത്തിനെ നോക്കിയാലോ ഹി വാസ് ഓവർ 7 feet 8 feet വലിയൊരു മനുഷ്യനാണ്. ഹി വാസ് എ ജയൻ്റ് അല്ലേ? ഹല്ലേലൂയ. ആ ഒരു ജയൻറ്റിനെ കണ്ടിട്ട് ഹല്ലേലൂയ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും എങ്ങനെ ദാവീദിന് ആ ഒരു ബലം കിട്ടി. ഹല്ലേലൂയ. അന്ന് ഞാനിവിടെ ഹല്ലേലൂയ എന്നെക്കാളും ഹൈറ്റുള്ള ഒരാൾ വന്ന് എന്നെക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരാൾ വന്ന് നിന്ന് എൻ്റെ അടുത്ത് ഒന്ന് വോയിസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ കർത്താവേ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ പേടിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെല്ലാവരും പേടിക്കുന്നവരായിരിക്കും. പക്ഷേ ഹല്ലേലൂയ ഒരു ദാവീദ് എന്താ ചെയ്തത്? ഹല്ലേലൂയ ഇന്ന് ദൈവത്തെ നിന്ദിക്കുന്ന ഈ ഫെലിസ്തീനെ തലയെ ഞാൻ വെട്ടുവെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിപ്പം നമ്മൾ ഒന്ന് കമ്പാരിസന് വേണ്ടി ഞാൻ പറയാം. ഹല്ലേലൂയ. ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുക. ഹല്ലേലൂയ. ഇപ്പം ഹെയ്ഡൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുക ഇന്ന് ഞാൻ ഫോർ എക്സാമ്പിൾ ഐ എം സ്റ്റാൻഡിങ് ആസ് എ ഗോലിയാത്ത് ആൻഡ് ഹീ ഈസ് ഡേവിഡ്. അപ്പോൾ വന്നിട്ട് പറയുക ഞാൻ നിൻ്റെ തലയിൽ നിന്ന് വെട്ടാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആദ്യം ഹല്ലേലൂയ ഗോലിയാത്തിൻ്റെ മനസ്സിൽ വരുന്നത് എന്താ? ഈ ചെറിയ പയ്യനാണ് എന്നെ വെട്ടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ one of the thing hallelujah at the same time enemy realizes ഗോലിയാത്തിന് ആ തിരിച്ചറിവില്ലായിരുന്നു. പക്ഷേ hallelujah the enemy that we are fighting against he knows what strength we have. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വായിച്ചത് hallelujah അവരെ ഊഴിയവേലകളാൽ അവരെ സപ്രസ് ചെയ്ത് കളഞ്ഞു. ഹല്ലേലൂയ. അവരെ ഞെരുക്കി കളഞ്ഞു. ഹല്ലേലൂയ. അവരെ ആ വേലയുടെ ഉള്ളിൽ തളർത്തി കളഞ്ഞു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ നമ്മൾ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആത്മാവിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ we need to wake up spiritually. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ ഉറങ്ങുന്നവരായിരിക്കരുത്, ആത്മാവിൽ ഉണർന്നിരിക്കുന്നവരായിരിക്കണം. ഒരു ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം എനിക്ക് ജീവനുണ്ടെന്നുള്ളത്.
പലപ്പോഴും ഞാൻ ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഹല്ലേലൂയ നമ്മളെല്ലാവരും ഹല്ലേലൂയ ഇപ്പം താഴെ വീഴാൻ പോവാ, അയ്യോ എനിക്ക് വയ്യ, ഞാനിങ്ങനെ ഇപ്പം താഴെ വീഴുമെന്ന് പറഞ്ഞ് തൊട്ടാ വീഴുമെന്ന് നമ്മൾ ഈ നാട്ടിലൊക്കെ എപ്പോഴും ഞാനിങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരസ്യത്തിൻ്റെ അകത്ത് കാണുന്ന ഒന്ന് തട്ടി കഴിയുമ്പോൾ അപ്പുറത്ത് പോയി വീഴുന്നത് ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ചിലപ്പോൾ ഇരിക്കുന്നതും ഹല്ലേലൂയ നടക്കുന്നതും ഒക്കെ ഹല്ലേലൂയ. ബട്ട് ഹല്ലേലൂയ വെൻ നമ്മളെ കാണുമ്പോൾ ഹല്ലേലൂയ നമ്മളും അതുപോലെ നടക്കണം. എനിമി കണ്ടിട്ട് ഹല്ലേലൂയ പറയണം അവൻ്റെ വരവ് കണ്ടാലേ അറിയാം ഞാൻ തോക്കാൻ പോവാന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ നടപ്പ് കണ്ടാലേ അറിയാം ഹല്ലേലൂയ ഞാൻ ഇന്ന് വീഴാൻ പോവാണെന്ന് അറിയാം. ഹല്ലേലൂയ. അവൻ്റെ ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ അവൻ വരുന്ന അവൻ്റെ ഹല്ലേലൂയ അവനിരിക്കുന്ന പ്രാർത്ഥിക്കാനിരിക്കുന്ന കണ്ടാലേ അറിയാം ഐ എം ഗോയിങ് ടു ഹല്ലേലൂയ ബി ഡിഫീറ്റഡ് ടുഡേ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ ഉറങ്ങിക്കൊണ്ടും ക്ഷീണിച്ചുകൊണ്ടും ഇരിക്കേണ്ട പ്രാർത്ഥനയല്ല ഹല്ലേലൂയ. ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്ന ചില ഹല്ലേലൂയ കാര്യങ്ങളെ പ്രാർത്ഥനയിൽ ഡിഫീറ്റ് ചെയ്യുവാൻ എല്ലാവരും എഴുന്നേൽക്കണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ എന്ന് ശക്തമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹല്ലേലൂയ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ടു ഹല്ലേലൂയ sit in the presence of the Lord. I'm going to overcome certain problems today. Hallelujah. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെ മേലെ ആ ശക്തി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആരുടെ മേലെയും നിന്നും ഹല്ലേലൂയ ദൈവം ഒരു പാർഷ്യലായിട്ടുള്ള ദൈവമല്ല. അതെ പാർഷ്യാലിറ്റി കാണിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഹീസ് എൻ ഇംപാർഷ്യൽ ഗോഡ് അല്ലേ. നമ്മുടെ ഓരോരുത്തരുടെ മേലും ദൈവം ഹല്ലേലൂയ ആ സെയിം എല്ലാവർക്കും ഉള്ള ടാലൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എല്ലാവരുടെ മേലെ പകരുന്ന കൃപ ഒന്നാണ്. പ്രൈസ് ലോർഡ്. അത് പ്രാപിച്ചെടുക്കണം നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവം ഹല്ലേലൂയ ഒരാൾക്ക് കൂടുതൽ കൊടുത്ത് ഒരാൾക്ക് കുറവ് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഹി ഈസ് എ ഗോഡ് ഹു ഗീവ്സ് സെയിം എമൗണ്ട് ഓഫ് ഗ്രേസ് ടു എവ്രി വൺ. ഹി ഈസ് എ ഗോഡ് ഹു ഗീവ്സ് സെയിം എമൗണ്ട് ഓഫ് പവർ ടു എവ്രി വൺ. ഹല്ലേലൂയ. അത് പക്ഷേ നമ്മൾ പ്രാപിക്കുന്ന പോലെയും നിലനിർത്തുന്ന പോലെ ഇരിക്കും. ഹല്ലേലൂയ. ഇഫ് യു ആർ ഗോയിങ് ടു ഹല്ലേലൂയ നോട്ട് ടേക്ക് ഇനഫ്, എന്താ പറയുക, നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം നമ്മൾ മരുഭൂമിയിലായിരുന്നപ്പോൾ ഉള്ള കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇസ്രായേൽ മന്ന പെറുക്കിയിട്ട് അവർ സൂക്ഷിച്ചു വെക്കാനുള്ളത് എടുക്കുമായിരുന്നു. ഹല്ലേലൂയ. പെറുക്കുന്ന മന്നയുടെ എമൗണ്ട് പോലെ ഇരിക്കും നമ്മുടെ ആരോഗ്യവും. ഹല്ലേലൂയ. ആ സ്പിരിച്വൽ സ്ട്രെങ്ത് ഹല്ലേലൂയ നമ്മൾ പ്രാപിച്ചെടുക്കുന്നത് പോലെ ഇരിക്കും. നമ്മൾ ദൈവജനത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന പോലെയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഹല്ലേലൂയ ശരീരത്തിൽ ബലമുണ്ടായിട്ട് കാര്യമില്ല, ആത്മാവിൽ ബലമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. യു നീഡ് ടു ഹാവ് ദാറ്റ് സ്പിരിച്വൽ സ്ട്രെങ്ത് ഇൻ യു ഫോർ യു ടു ഓവർകം ദ പവർ ഓഫ് ഡാർക്ക്നെസ്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ശത്രുവിൻ്റെ കോട്ടകളെ ഇടിച്ച് കളയാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചേക്കുന്ന. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചേക്കുന്ന ഹല്ലേലൂയ മെതിവണ്ടികളാക്കി തീർക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്ന. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു ഗിദെയോനെ നോക്കി എന്താ ദൈവം വിളിച്ചത്? ഗിദെയോൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഹി വാസ് ഹൈഡിങ് അവേ ഫ്രം ദ എനിമി അല്ലേ. ഒരു ശത്രുവിനെ കണ്ട് പേടിച്ച് ഒരിടത്ത് മാറിയിരുന്ന് താൻ ഹല്ലേലൂയ അവിടെ ഇരിക്കുമായിരുന്നു. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ദിസ്, ഐ എം ടു സ്കെയർഡ് ഓഫ് ദ എനിമി. But hallelujah, when the angel of God came down, hallelujah, എന്താ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ നോക്കി വിളിച്ചേ? അല്ലയോ പരാക്രമശാലിയെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുക. ഹല്ലേലൂയ. അല്ലയോ പരാക്രമശാലിയെ. ഹല്ലേലൂയ. നിൻ്റെ ഹല്ലേലൂയ ആ ക്ഷീണത്തെ വിട്ട് എഴുന്നേക്ക്. ഹല്ലേലൂയ. ഉറക്കത്തെ വിട്ട് എഴുന്നേക്ക്. ഹല്ലേലൂയ. ബലഹീനതയെ വിട്ട് എഴുന്നേൽക്ക്. ഹല്ലേലൂയ. ശക്തിയില്ലായ്മയെ വിട്ട് എഴുന്നേൽക്ക്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആത്മാവ് നിങ്ങളോട് പറയുന്ന ഹല്ലേലൂയ നിങ്ങളുടെ എല്ലാവരുടെ മേലെയും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയേറിയ ഒരു ഹല്ലേലൂയ ഒരു ബലം ഹല്ലേലൂയ ബെസ്റ്റോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും മേലെയും ഹല്ലേലൂയ ദൈവം ഒരു വലിയൊരു ശക്തിയെ നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കുവാൻ എത്ര പേര് തയ്യാറാണ്? ഹല്ലേലൂയ. ഈ ഒരു ഹല്ലേലൂയ സ്ഥാനത്ത് നമ്മൾ ഹല്ലേലൂയ ഈ ഒരു ദേശത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മുടെ അതിനെ ഞാൻ മറന്നിട്ട് ഹല്ലേലൂയ അതിനെ പറയാതെ ഞാൻ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവം എന്നോട് ചോദിക്കും. ഹല്ലേലൂയ. നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് ഇവിടെ. ഹല്ലേലൂയ. ഒരു മിനിസ്ട്രി ഉണ്ട് ഇവിടെ. Hallelujah. It is not just to go within this or stay within this hall. ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മിനിസ്ട്രിക്കല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. It is not to confine ourselves within this four walls. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് നിൽക്കുവാനോ ഹല്ലേലൂയ അതുപോലെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലോ നിൽക്കുവാനുള്ള മിനിസ്ട്രിക്കല്ല ദൈവം നമ്മളെ ആരെയും വിളിച്ചേക്കുന്നത്. അതിനാണെങ്കിൽ ദൈവത്തിന് നമ്മൾ നാട്ടിൽ നിർത്തിയാൽ മതി അല്ലേ. നമ്മളെ ഇവിടെ ദൈവം വിളിച്ചുകൊണ്ട് വന്നത് there is a responsibility that's upon each of you. Hallelujah. ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ ഇത് നമ്മുടെ ജീനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവാവയും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഗോഡ് ഹാസ് ബ്രോട്ട് ദം ഹിയർ for him to have or her to have a ministry. ഞാൻ വിശ്വസ്തയുടെ ഹല്ലേലൂയ ഞാൻ അത് പറയുന്നു. ഹല്ലേലൂയ. ദൈവം ആ കുഞ്ഞിനെ ഹല്ലേലൂയ ഒരു ദൈവത്തിൻ്റെ വലിയൊരു മിനിസ്ട്രിക്കായിട്ടാണ് വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തിയേറിയ ഒരു ശുശ്രൂഷയ്ക്കായിട്ടാണ് ഹല്ലേലൂയ ആ കുഞ്ഞിനെയും ഈ ദേശത്ത് വളർത്താൻ പോകുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ ഇവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ there is a
powerful ministry, hallelujah, that is upon us, bestowed upon us, hallelujah. നമ്മുടെ മേലെ നിർബന്ധം കിടക്കുക. പ്രൈസ് ലോർഡ്. അതിനെ മറക്കരുത്. ഹല്ലേലൂയ. ഇന്ന് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അതും കൂടെ പറഞ്ഞ് ഞാൻ ഹല്ലേലൂയ ഇന്ന് ഞാൻ എൻ്റെ ദൈവം തന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു ചെറിയൊരു ഹല്ലേലൂയ ഒരു മെസ്സേജ് ഇങ്ങനെ കാണുവാൻ തക്കണം ഒരു വീഡിയോ കാണുവാനിടയായി തീർന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞു ഹല്ലേലൂയ ദാറ്റ് പേഴ്സൺ ഹല്ലേലൂയ ആ ഒരു വ്യക്തി ഹല്ലേലൂയ ഇങ്ങനെ മെസ്സേജ് പറയുന്ന വ്യക്തി പറയാം, ഐ എം ഗോയിങ് ടു ടെൽ യു അബൌട്ട് എ വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഹൂ ഹാസ് ലിവ്ഡ് ഇൻ ആർ ഹല്ലേലൂയ ഇൻ ആർ ജനറേഷൻ. അത് ഇൻ ആർ ജനറേഷൻ ആൻഡ് ദ ജനറേഷൻ ബിഫോർ. ഹല്ലേലൂയ. ആ വ്യക്തി എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം ഹല്ലേലൂയ, ദർ വാസ് എ കൺവെൻഷൻ ദാറ്റ് വാസ് ഗോയിങ് ഓൺ, 10 കൺവെൻഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ ഇൻ 1934. സോ ആ ഒരു സമയത്ത് ഹല്ലേലൂയ ഞാൻ ആ പാസ്റ്ററിൻ്റെ പേര് മറന്നുപോയി. ഹല്ലേലൂയ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഹി വാസ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ മിനിസ്റ്റർ ഓഫ് ഗോഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഹല്ലേലൂയ. ആ പാസ്റ്റർ അവിടെ നിന്ന് വലിയ ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ ഒരു ടെൻറ്റ് നിറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം ദർ വാസ് 2 boys who was walking past. ഹല്ലേലൂയ. അവിടെ ആ ഒരു രണ്ട് ചെറുപ്പക്കാർ അതിലെ നടന്നു പോയപ്പോൾ ഹല്ലേലൂയ അവിടെ അവരാദ്യം ഒന്ന് നിന്നു. ഹല്ലേലൂയ. They listened to the message. Hallelujah. And they were like, okay, this is very interesting. Hallelujah. But when they looked into that hallelujah hall, അവിടെ ടെൻറ്റിൻ്റെ അകത്ത് ഇടയില്ല അവർക്കിരിക്കാൻ. So those 2 boys hallelujah walked away. Hallelujah. അപ്പോൾ അവിടെ നിന്ന് hallelujah ഒരു usher ഉണ്ടായിരുന്നു. And what he did was when he saw them walking past, and ആ usher അവരുടെ പുറകെ ഓടിപ്പോയി. ഹല്ലേലൂയ. ഹി റാൻ ബിഹൈൻഡ് ഹല്ലേലൂയ ദോസ് 2 boys ആൻഡ് ഹല്ലേലൂയ ടോൾഡ് ഹല്ലേലൂയ നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ഈ റൂമിനെ വിട്ട് നിങ്ങൾ പുറത്ത് പോകരുത്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, ദർ ഇസ് നോ പ്ലേസ് ഇൻ ദാറ്റ് ടെൻറ്റ് ഫോർ അസ്, വെയർ വിൽ വി സ്റ്റാൻഡ്. ഞങ്ങൾക്ക് ഇരിക്കാനിടയില്ല, ഞങ്ങൾ എന്തിനാ പിന്നെ അതിൻ്റെ അകത്തോട്ട് വരുന്നത്. ഹല്ലേലൂയ. അവിടെ നിൽക്കാൻ പോലും ഇടയില്ല എന്ന് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഫുൾ വിത്ത് പീപ്പിൾ. ഹല്ലേലൂയ. പക്ഷേ ആ അഷർ പറഞ്ഞു, കം വിത്ത് മീ, ഐ വിൽ ഫൈൻഡ് യു എ പ്ലേസ് ടു സിറ്റ്. അപ്പോൾ ആ ഒരു വ്യക്തി ഇവരെ രണ്ടുപേരെയും വിളിച്ച് അകത്ത് കയറ്റിക്കൊണ്ട് വന്നു. ഹല്ലേലൂയ. ആൻഡ് ദോസ് 2 boys ഹല്ലേലൂയ സാറ്റ് ഇൻസൈഡ്. ഹല്ലേലൂയ. അവിടെ അവർ സ്പേസ് ഉണ്ടാക്കി അവർക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ സീറ്റ് കൊടുത്തു. ആൻഡ് വൺ ഓഫ് ദോസ് 2 boys വേർ ദ മാൻ ഓഫ് ഗോഡ്, ബില്ലി ഗ്രഹാം. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ ഒരു മെസ്സേജ് കൂടെ ഹല്ലേലൂയ ആ ശുശ്രൂഷകൻ്റെ മെസ്സേജ് കൂടെ 1934 ഹി turn towards the Lord. Hallelujah. അന്ന് ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ ഹല്ലേലൂയ അന്ന് ആ ശുശ്രൂഷകൻ്റെ ഹല്ലേലൂയ മെസ്സേജ് കൂടെ ബില്ലി ഗ്രഹാം ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആൻഡ് അന്ന് ഹല്ലേലൂയ ആൻഡ് ദാറ്റ് മിനിസ്റ്റർ ഓഫ് ഗോഡ് ഹല്ലേലൂയ നമുക്കറിയാം ബില്ലി ഗ്രഹാമിൻ്റെ വചനം എത്താത്ത ഒരു സ്ഥലമില്ല. ഹല്ലേലൂയ. മില്യൺസ് ഓഫ് പീപ്പിൾ heard him. Millions of people came to the Lord through him. ഹല്ലേലൂയ. അന്ന് അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് പാസ്റ്റർ ഹു വാസ് preaching over there who brought Billy Graham to the knowledge of the Lord, but it was that usher who called him into that tent. Praise the Lord. അത് ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും ഇൻസ്പയർ ചെയ്യണം. ഹല്ലേലൂയ. It may not be the minister who is standing hallelujah there in the pulpit and preaching the word of God. It may be one of you who is calling a person into this hallelujah tent of the Lord. Hallelujah. അത് ഞാൻ പറയാൻ കാര്യം ഹല്ലേലൂയ നിങ്ങളുടെ ഓരോരുത്തരുടെ മേലെയും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഒരു പദ്ധതി കിടപ്പുണ്ട്. ഹല്ലേലൂയ. മേ ബി ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ഹല്ലേലൂയ ഇപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും നിന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഹല്ലേലൂയ. മേ ബി ഹല്ലേലൂയ ഈ രാജ്യത്തുള്ള ഒരു വ്യക്തിയെ നേടാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നത്. ചിലപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് ഹല്ലേലൂയ അങ്ങനെ ഒരാളെ മാത്രം ചിലപ്പോൾ നേടാൻ വേണ്ടിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനെ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇഫ് യു ആർ വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ് ആൻഡ് ദ ലോർഡ് പ്രോംപ്റ്റ്സ് യു ടു ഗോ ആൻഡ് സ്പീക്ക് ടു എ പേഴ്സൺ ആൻഡ് ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രോംപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ ഡിനൈ ചെയ്ത് നിങ്ങൾ വാക്ക് പാസ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ ഹല്ലേലൂയ ചെയ്താൽ ഹല്ലേലൂയ ആ ഒരു വ്യക്തി ആയിരിക്കാം ഹല്ലേലൂയ ഗോയിങ് ടു ബി എ ഗ്രേറ്റ് മിനിസ്റ്റർ ഫോർ ദ ലോർഡ് നെക്സ്റ്റ് ഡേ. പ്രൈസ് ദി ലോർഡ്. നിന്നിക്കൂടെ ഹല്ലേലൂയ ആ വരാൻ പോകുന്ന ഹല്ലേലൂയ അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയത്തില്ല. ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അങ്ങനെ ഒരു പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പിശാച് പലതിൽ കൂടെ നമ്മളെ ഒതുക്കി വെക്കുന്നത്. നീ സ്ട്രീറ്റിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ അസുഖമായിട്ട് കിടത്തി കളയുന്നത്. ഹല്ലേലൂയ. നീ സ്ട്രീറ്റിലോട്ട് ഇറക്കാതിരിക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ ഹല്ലേലൂയ നിനക്ക് ഫൈനാൻഷ്യൽ ബർഡൻ ഇട്ടിട്ട് നിന്നെ ജോലിയിൽ എപ്പോഴും ആക്കി വെക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ ഹല്ലേലൂയ നീ ആ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി ഹല്ലേലൂയ ആ ഒരു വ്യക്തിയെ നേടാതിരിക്കാൻ വേണ്ടിയാണ് ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ നിൻ്റെ കുടുംബത്തിനുള്ളിൽ പിശാച് വിഷയങ്ങളെ ഇടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ നിങ്ങൾ ആ ഒരു പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ദിവസങ്ങൾ ഉണർന്നെഴുന്നേക്ക്. ഹല്ലേലൂയ. ഉണർന്നെഴുന്നേറ്റിരുന്ന് ബലപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ നെക്സ്റ്റ് ഡേ ഹല്ലേലൂയ there will be a Billy Graham who will be telling about your name. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ ഒരു വേല ചെയ്യാൻ വേണ്ടി ദൈവം ഇവിടെ വിളിച്ചേക്കുന്നെങ്കിൽ അതിനെ മറന്ന് നമ്മൾ ജീവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു മാസം ഞാൻ ഒരിക്കലും പറയുന്നില്ല എല്ലാ ദിവസവും പോകണമെന്ന്.
എല്ലാ ആഴ്ചയും പോകണമെന്നും പറയുന്നില്ല. മേ ബി ഇൻ എ മന്ത് വെൻ യു ഹാവ് ഗോട്ട് ടൈം, ഹല്ലേലൂയ, ഗോ ഔട്ട് ടു ദാറ്റ് സ്ട്രീറ്റ്. ഹല്ലേലൂയ. ആരും വന്നില്ലെങ്കിലും ഹല്ലേലൂയ, ഞാൻ ഒറ്റയ്ക്ക് പോയി 2-3 ട്രാക്റ്റുമായിട്ട് നിൽക്കാൻ റെഡിയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് ഇവിടെ? ഹല്ലേലൂയ. ആരും എൻ്റെ കൂടെ വന്നില്ലെങ്കിലും ഹല്ലേലൂയ, ഐ എം ഗോയിങ് ടു സ്റ്റാൻഡ് ഔട്ട് ദെയർ. ഹല്ലേലൂയ, ഐ എം ഗോയിങ് ടു ടേക്ക് മൈ ചൈൽഡ് ആൻഡ് ഷോ ദം ഓൾസോ ദാറ്റ് ഹൗ ദിസ് മിനിസ്ട്രി ഈസ് ഡൺ എന്ന് ഹല്ലേലൂയ തീരുമാനം എടുക്കാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. നിൻ്റെ ഹല്ലേലൂയ ക്ഷീണിത അവസ്ഥയിലും ഹല്ലേലൂയ അവിടെ പോയി ഒരു മേ ബി ഹല്ലേലൂയ അവിടെ ഇരിക്കാനൊരിടയുണ്ടായിരിക്കും. അവിടെ ആ ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ട് ഹല്ലേലൂയ ആ ട്രാക്റ്റുമായി പോയി ഒരാളുടെ നേരെ കൈ നീട്ടിയാൽ അതിനെ വാങ്ങിക്കാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ഒരാൾ വാങ്ങിക്കാൻ ദൈവം അതിലേക്കൂടെ അയക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ നമ്മൾ ആരും അതിനെ മറന്നു പോകരുത്. നിങ്ങളുടെ മേലെ ഹല്ലേലൂയ വെച്ചിരിക്കുന്ന ആ ശുശ്രൂഷ ഹല്ലേലൂയ നിങ്ങൾ ശക്തിയോടെ ചെയ്യുക. ഹല്ലേലൂയ. എന്നോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, എന്നെ റിമൈൻഡ് ചെയ്യുകയാണ് ഹല്ലേലൂയ ടു ഡു ദ വർക്ക് ഓഫ് ദ ലോർഡ് ഈവൻ മോർ ഡിലിജൻ്റ്ലി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പായി വരുന്ന ഹല്ലേലൂയ ഏത് പ്രതികൂലത്തെയും, യോസേഫിനെ ഹല്ലേലൂയ അറിയാത്ത അവിടെ ഒരു രാജാവ് വന്നു അല്ലേ, പക്ഷേ അതിനെയും ടാക്കിൾ ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ നമ്മുടെ മേലെ കൃപ നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മേലെ ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ആ ബലത്തെ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞാൽ ശത്രുവിൻ്റെ കഠിനവേലയല്ല നമ്മൾ കാണുന്നത്, നിൻ്റെ മേലെ ദൈവം വെച്ചിരിക്കുന്ന കൃപയും ബലത്തെയാണ് നിങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ. ആ കൃപയും ബലത്തെയും നമ്മൾ തിരിച്ചറിഞ്ഞാൽ വിൽ ഓവർകം ദ പവർ ഓഫ് ഡാർക്ക്നെസ്. ഹല്ലേലൂയ. ആ ശത്രുവിൻ്റെ ബലത്തെ ഹല്ലേലൂയ ആ നുകത്തെ എന്തുകൊണ്ടാണ് ഓടിക്കാൻ പറ്റുന്നത്? പുഷ്ടിയാൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ പുഷ്ടിയാലേ നുകം ഒടിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ശത്രു നിൻ്റെ മേലെ നുകം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒടിക്കണം എന്നുണ്ടെങ്കിൽ ആത്മീയ പുഷ്ടി പ്രാപിക്കണം. ആത്മീയ പുഷ്ടിയാൽ ഹല്ലേലൂയ ശത്രുവിൻ്റെ നുകത്തെ ഒടിച്ചു കളഞ്ഞാൽ ഹി ഈസ് ഗോയിങ് ടു ഡു ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് ത്രൂ യു. ദൈവം ഇനി നിങ്ങളെല്ലാവരും ശക്തമായി ഉപയോഗിക്കട്ടെ. ആൻഡ് താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ടൈം ഹല്ലേലൂയ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. എനിക്കറിയാം ഹല്ലേലൂയ പല കാര്യങ്ങളും ഞാൻ ഇവിടെ നിൽക്കുന്നപ്പോൾ പറഞ്ഞതൊന്നും പെർഫെക്ഷനോടെ അല്ല പറഞ്ഞത്. ഹല്ലേലൂയ അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ പറയാം, മോശ പറഞ്ഞ പോലെ വിക്കനായ നാവുള്ളവനാണ് ഞാൻ. ഹല്ലേലൂയ പറയാനൊന്നും അറിയാൻ വയ്യാത്തവനാണ് ഞാൻ. വചനത്തിൻ്റെ അറിവിൽ ഏറ്റവും കുറവുള്ളവനാണ് ഞാൻ. പക്ഷേ ഹല്ലേലൂയ ദൈവം തന്നതിനെ മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ അത് എന്നോടുമുള്ള ആലോചനയാണ്, നിങ്ങളുടെ ഓരോരുത്തരോടുമുള്ള ആലോചനയാണ്. ഇന്ന് ഒരാളെയെങ്കിലും ദൈവം ഹല്ലേലൂയ ടച്ച് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളെയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ഇൻസ്പയർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്രെഡി അല്ല ഇൻസ്പയർ ചെയ്ത്, ദൈവത്തിൻ്റെ ആത്മാവ് ഇൻസ്പയർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആൻഡ് ഹല്ലേലൂയ ഐ എം ഗോണ ഹല്ലേലൂയ നെക്സ്റ്റ് ടൈം ഹല്ലേലൂയ കം ബാക്ക് ടു ദിസ് ചർച്ച് ഐ എം ഗോണ ഹല്ലേലൂയ ഹിയർ ദാറ്റ് ടെസ്റ്റിമണി. ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ ഈവൻ ദ ചിൽഡ്രൻ you're going to tell the testimony that I went out to the street and hallelujah and that person sitting next to me is the product from that ministry. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ ഈ ചർച്ചിലെ ഹല്ലേലൂയ ഇന്നിവിടെ ഹല്ലേലൂയ ലാസ്റ്റ് ടൈം ഹല്ലേലൂയ ഞാൻ വന്നപ്പോൾ വീട്ടിലായിരുന്നു പ്രയർ. ഹല്ലേലൂയ അതിൽ നിന്ന് ഇന്ന് ദൈവം ഒരു ഹോള് നമുക്ക് തന്നു. ഹല്ലേലൂയ. ആൻഡ് ഐ സീ ദീസ് എംപ്റ്റി ചെയർസ്. ഹല്ലേലൂയ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു സാക്ഷ്യമാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഹല്ലേലൂയ there was a point where hallelujah there were empty chairs and we used to lay our hands on that empty chairs and pray. Hallelujah. And now we have got 75 people in our church. Hallelujah. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ ഹോള് ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ഇവർ വെച്ചേക്കുന്ന ചെയർ പോലും തികയാത്ത പോലെ ദൈവം നിറയ്ക്കാൻ വിശ്വസന. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ചർച്ചിനെ ഹല്ലേലൂയ ദൈവം 75 ആക്കി. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഇടയായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ചർച്ചിൽ. ഇപ്പം now God has given us a church which has got 500 capacity. ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് ദൈവം ഞങ്ങളുടെ മേലെ തന്നിരിക്കുന്ന ഉത്തരവാദിത്തം ആ 500 നിറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. സോ we are going to all work together എന്ന് എപ്പോഴും ഞങ്ങളുടെ പാസ്റ്ററുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ് ടു ഫിൽ ദിസ് റൂം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ദൈവം ശക്തിയോടെ ഹല്ലേലൂയ ദിവസങ്ങളിൽ ഈ ചർച്ചിനെ ഉപയോഗിക്കട്ടെ. ആൻഡ് ഹല്ലേലൂയ നമ്മുടെ സഹോദരങ്ങൾ നെൽസൺ അച്ഛനായിരിക്കുന്ന അയർലൻഡിൽ അച്ഛനെ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ ബാത്തിലായിരിക്കുന്ന ജീനയും ഫെബിനെയും ഉപയോഗിക്കട്ടെ, ഫെമിയും ഉപയോഗിക്കട്ടെ, ചേച്ചിയെയും അച്ഛനെയും ഉപയോഗിക്കട്ടെ, സഹോദരങ്ങളെ ഉപയോഗിക്കട്ടെ, അച്ഛനെയും കുടുംബത്തെയും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളെയും ഉപയോഗിക്കേണ്ടതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവസേനയിൽ താണിരിക്കുന്നു. മഹത്വം എല്ലാവർക്കും ദൈവം കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന അല്ലേ. വാട്ട് എ ബ്ലെസ്ഡ് ഡേ. സങ്കീർത്തനം 46 ഇതുവരെ ഞങ്ങൾ വായിച്ചു വിട്ട വാക്യമാണ്, പക്ഷേ എന്നോട് ദൈവം ഇടപെട്ട വാക്യമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ ദൈവമാകുന്നു, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗം. ആമേൻ. ഹല്ലേലൂയ. അത് ആ സാഹചര്യത്തിൽ ആ വാക്യം ദൈവനോട് ഇടപെട്ടപ്പോൾ അതിൻ്റെ മാധുര്യം വലുതാണ്. ദൈവമക്കളെ, നമ്മൾ ഈ പല ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഇവിടെ വന്നപ്പോഴും നമുക്ക് പറയാനൊരു കാര്യമേ ഉള്ളൂ, മിണ്ടാതിരിക്കുക. ആ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, മിണ്ടാതിരി ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവേൻ. അതിന് കാരണം
കർത്താവിന് ജാതികളുടെ ഉന്നതനാവണം. അവൻ്റെ മഹിമ നമ്മൾ സേവിക്കുന്ന ദൈവം മഹിമയുള്ള ദൈവമാണെന്ന് ജാതികൾ അറിയണം. ഹല്ലേലൂയ. ഒരു പ്രത്യാശയുടെ ഒരു ഗാനം ചേർന്ന് പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഇടുക്കി ജില്ലയിലെ വെട്ടിമല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ഉപദേശമുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെല്ലാം കേട്ടപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അദ്ദേഹം എഴുതാനുള്ള സാഹചര്യം. അദ്ദേഹം പറയുകയാണ്, ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കും ചോദിക്കും. ഇതൊക്കെ ദൈവങ്ങളെ നമ്മൾ ജനിച്ചു, ഒരിക്കൽ മരിക്കും. പക്ഷെ ആ മരിക്കുന്ന ഇന്നാണോ നാളെയോ അടുത്ത നിമിഷമൊന്നും അറിയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ പ്രയാസങ്ങൾ നമ്മൾ ശരീരത്തിൽ അനുഭവപ്പെടുമ്പോഴും മാനസിക സ്ട്രെസ് അനുഭവപ്പെടുമ്പോഴും ഒരു കാര്യമേ നമ്മൾ ശ്രദ്ധിക്കുക, ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ഒരിക്കലും അല്ല ദൈവങ്ങൾ, നമ്മുടെ പ്രത്യാശ നമ്മുടെ നിത്യതയായിരിക്കണം. ഹലോ, ചേർന്ന് സന്തോഷത്തോടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, കാന്തയാം എന്നെയും ചേർത്തിടും നിശ്ചയം, കാന്തയാം എന്നെയും ചേർത്തിടും. ഓ എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, സ്വർഗീയ സന്തോഷമേഘത്തിലുണ്ട്. ഓ സ്വർഗീയ സന്തോഷമേഘത്തിലുണ്ടെന്നാൽ എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയ എന്നീരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയ എന്നീരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ രാജരാജ പ്രതിമയെ, ഓ കൂടവയിരുത്തുന്ന രാജാവ് വേഗം വരും, കൂടവയിരുത്തുന്ന രാജാവ്. ഓ എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் തേജസ്സിൽ വെളിപ്പെടുമേ. സന്താപം തീർത്തിട്ടു അന്തമില്ലായുഗം കാന്തനുമായി വാഴുവാൻ. സന്താപം തീർത്തിട്ടു സന്തമില്ലായുഗം കാന്തനുമായി വാഴുവാൻ. ഉള്ളം കോതിക്കുന്നേ പാദങ്ങൾ, അവനുള്ളം കോതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും, അവൻ എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയേ, താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, താമസമെന്നിയേ. ഓ ഹല്ലേലൂയ. പ്രത്യാശയോടെ ഓ എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின்
സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഒരിക്കൽ കൂടെ എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. പ്രത്യാശയോടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ.